മൂന്നാം ഘട്ട പോളിംഗ് കഴിഞ്ഞതോടെ ഹാലിളകിയ മട്ടാണ് ബി.ജെ.പിക്ക്. കോൺഗ്രസിനെതിരെ എന്തും വിളിച്ചു പറയുന്ന സ്ഥിതിയിലെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതുവരെ മോദിയുടെ തോളിൽ കൈയിട്ട് നടന്ന കോടീശ്വരന്മാരായ വ്യവസായ പ്രമുഖരായ മുകേഷ് അംബാനിയെയും ഗൗതം അദാനിയെയും കോൺഗ്രസ് ആക്കി മാറ്റി മോദി. കണക്കിന് തിരിച്ചുകൊടുത്ത് രാഹുൽ ഗാന്ധി. ആരോപണങ്ങൾ പോകുന്ന വഴി കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ജനങ്ങൾ. ഓരോ ഘട്ടം വോട്ടെടുപ്പ് കഴിയുമ്പോഴും പോളിംഗ് ശതമാനം കുറയുന്നതിൽ ബി.ജെ.പിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് ഉറപ്പാണ്. 400 സീറ്റെന്ന അതിമോഹം ഇടിഞ്ഞ് എങ്ങനെയെങ്കിലും ഉള്ള സീറ്റ് നിലനിർത്തിയാൽ മതിയെന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബി.ജെ.പിയുടെ സ്റ്റാർ ക്യാമ്പയിനർ ഓരോ ദിവസം ഓരോ തരം ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത്. ഇപ്പോഴത്തെ ബി.ജെ.പിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന അംബാനി അദാനി ബന്ധം കോൺഗ്രസിനെതിരെ തിരിച്ചുവിട്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം അംബാനി അദാനി വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഉന്നയിക്കുന്നില്ലെന്നായിരുന്നു മോദിയുടെ ചോദ്യം. അംബാനിയും അദാനിയും കോൺഗ്രസിന് വണ്ടി നിറയെ കള്ളപ്പണം നൽകിയോ എന്നും മോദി ചോദിച്ചു. ഈ ആരോപണത്തിന് കുറുക്കിക്കൊള്ളുന്ന മറുപടിയുമായി രാഹുൽ ഗാന്ധി രംഗത്ത്. पहली बार आपने पब्लिक में अदानी अदानी अंबानी बोला और आपको ये भी मालूम कि ये टेम्पो में पैसा देते हैं। क्या ये आपका पर्सनल एक्सपीरियंस है क्या? एक काम कीजिए, सीबीआईडी को इनके पास भेजिए ना, पूरी जानकारी करिए, इंक्वायरी कराइए, जल्दी से जल्दी कराइए, घबराइए मत मोदी जी। और मैं देश को फिर से दोहरा के कह रहा हूँ, जितना पैसा नरेंद्र मोदी जी ने इनको दिया है ना, उतना ही पैसा हम हिंदुस्तान के गरीब लोगों को देने जा रहे हैं। महालक्ष्मी योजना, पहली नौकरी पक्की योजना, इन योजनाओं के माध्यम से करोड़ों लाखपति बनाया गया। इन्होंने 22 अरबपति बनाए हैं, हम करोड़ों തോൽക്കുമെന്ന പേടിയാണോ മോദിജിക്കെന്നും അതുകൊണ്ടാണ് സ്വന്തം സുഹൃത്തുക്കൾക്കെതിരെ അദ്ദേഹം തിരിഞ്ഞതെന്നുമാണ് കോൺഗ്രസ് തിരിച്ചടിച്ചത്. അംബാനിയും അദാനിയും കോൺഗ്രസിന് പണം തന്നെങ്കിൽ അവരുടെ അടുത്തേക്ക് CBIയും EDയും അയക്കുമെന്നും രാഹുൽ ഗാന്ധി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. മോദി ഇത് പറയുന്നത് സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിലാണോ എന്നും രാഹുൽ ചോദിച്ചു. ആദ്യമായാണ് നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ അദാനി അംബാനി ബന്ധം ആരോപിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി കോൺഗ്രസിന്റെ രാജകുമാരൻ ഒരു കാര്യം മാത്രമാണ് ആവർത്തിച്ചിരുന്നത്. റാഫേൽ വിഷയത്തിൽ ശിക്ഷിക്കപ്പെടാതെ കടന്നുകൂടിയതിന് പിന്നാലെ അദ്ദേഹം പുതിയൊരു മന്ത്രം ആരംഭിച്ചു. 5 വ്യവസായികൾ എന്ന് ആവർത്തിച്ച് പറയാൻ തുടങ്ങി. ക്രമേണ അംബാനി അദാനി എന്ന് പറയാൻ ആരംഭിച്ചു. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ അദ്ദേഹം അത് നിർത്തി. ഇവരിൽ നിന്ന് എത്ര പണം സ്വീകരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറാകണം. എന്തായിരുന്നു ഡീൽ? എന്തോ കുഴപ്പമുണ്ട്. 5 വർഷം വരെ ചീത്ത വിളിക്കുന്നു, പിന്നെ ഉടൻ അത് നിർത്തുന്നു എന്നാണ് മോദി പറഞ്ഞത്. എന്നാൽ മോദിക്ക് പതിവ് പോലെ വസ്തുതകളിൽ തെറ്റുപറ്റി. ഇക്കഴിഞ്ഞ ബി.ജെ.പി സർക്കാർ 22 ഇന്ത്യക്കാരെ മഹാകോടീശ്വരന്മാരാക്കി. രാജ്യത്തിന്റെ സ്വത്തുക്കൾ എങ്ങനെയാണ് തിരഞ്ഞെടുത്ത ചിലർക്ക് കൈമാറിയതെന്ന് വിശദീകരിക്കവേ രാഹുൽ ഗാന്ധി അദാനിയുടെ പേര് പറഞ്ഞിരുന്നു. മെയ് 2 കർണാടകയിലും, മെയ് 3 മഹാരാഷ്ട്രയിലും, മെയ് 5 തെലങ്കാനയിലും, മെയ് 6 മധ്യപ്രദേശിലും, മെയ് 7 ജാർഖണ്ഡിലും രാഹുൽ ഗാന്ധി അദാനിയുടെ പേര് പരാമർശിക്കുന്ന വീഡിയോകൾ കോൺഗ്രസ് പുറത്തുവിട്ടു. മോദിയുമായി അദാനിയുടെ ബന്ധം എന്താണെന്ന ചോദ്യം സഹിതമാണ് ഈ വീഡിയോകൾ പുറത്തുവിട്ടത്. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ ശ്രദ്ധിച്ചാൽ ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. 400 സീറ്റ് കിട്ടില്ലെന്ന് ഉറപ്പായതോടെ മോദിക്ക് ബി.ജെ.പിക്കും പേട് തട്ടിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടത്തിൽ വികസനം കേന്ദ്രീകരിച്ചായിരുന്നു മോദിയുടെ പ്രചാരണം. 2ാം ഘട്ടത്തിൽ കോൺഗ്രസിനെതിരെ വർഗീയ വിഷം തുപ്പിയായിരുന്നു മോദിയുടെ പ്രസംഗം. ഇതിനെതിരായ പരാതികളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തിരുന്നില്ല. ഇപ്പോഴത്തെ വിദ്വേഷ പ്രസംഗങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന് 6 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. ഇതോടെ കൂടുതൽ കടുത്ത ആരോപണവുമായി മോദി രംഗത്തെത്തി. അങ്ങനെയാണ് അദാനിയുടെ വിമാനത്തിൽ 2014 പാർലമെന്റിലെത്തിയ വിദേശയാത്രകളിൽ അദാനിക്ക് ബിസിനസ് കരാറുകൾ നൽകുന്ന അംബാനിയുടെ വീട്ടിലെ ചടങ്ങുകളിൽ മുഴുനീളം പങ്കെടുക്കുന്ന മോദി അവരെ കരുവാക്കി കോൺഗ്രസിനെതിരെ അമ്പയുന്നത്. എന്നാൽ കൃത്യമായി മറുപടി നൽകി കോൺഗ്രസ് മോദിയുടെ ആരോപണത്തിന്റെ മുനയൊടിച്ചിരിക്കുകയാണ്. ബി.ജെ.പിയുടെ ആവനാഴിയിലെ അടുത്ത അസ്ത്രം എന്തെന്ന് ഉടൻ അറിയാം.